നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച സർക്കാർ 400 രൂപ കൂട്ടി പ്രതിമാസം 2000 രൂപയാക്കി. സ്ത്രീ സുരക്ഷയ്ക്ക് പ്രതിമാസം 1000 രൂപ പദ്ധതി, യുവാക്കൾക്ക് 1000 രൂപയുടെ സ്കോളർഷിപ്പ്. ആശാ പ്രവർത്തകരുടെ ഓണറേറിയം കൂട്ടി. പദ്ധതികളും ആനുകൂല്യങ്ങളും നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് മുഖ്യമന്ത്രി. PM ശ്രീ പദ്ധതി പുനഃപരിശോധിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. 7-അംഗ മന്ത്രിസഭ ഉപസമിതിയെ നിയോഗിച്ചു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സമിതി അധ്യക്ഷൻ. സമിതി റിപ്പോർട്ട് വരുന്നതുവരെ പദ്ധതി നിർത്തിവെക്കുമെന്നും അത് കേന്ദ്രത്തെ അറിയിക്കുമെന്നും മുഖ്യമന്ത്രി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ രാഷ്ട്രീയപരമായി നേരിടാൻ പ്രതിപക്ഷ പാർട്ടികൾ. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗത്തിൽ കനത്ത എതിർപ്പുന്നയിച്ച CPM-ഉം കോൺഗ്രസും. നിയമവഴി തേടുമെന്ന ഇരു പാർട്ടികളും SIR-ൽ നിന്ന് പിന്നോട്ടു പോകരുതെന്ന BJP. പൊതുജനത്തിന്റെ സംശയം ദൂരീകരിച്ച് മുന്നോട്ടു പോകുമെന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. കേരളത്തിൽ SIR നടപ്പാക്കുന്നത് ആശങ്കാജനകമെന്ന മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് SSLC പരീക്ഷ 2026 മാർച്ച് 5-ന്. മെയ് 8-ന് ഫലം പ്രഖ്യാപിക്കും. ഹയർ സെക്കൻഡറി 1-ാം വർഷ പരീക്ഷ മാർച്ച് 5 മുതൽ 27 വരെ. 6 മുതൽ 28 വരെ ഹൈസ്കൂൾ 2-ാം വർഷ പരീക്ഷയും നടക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. അർജന്റീന ഫുട്ബോൾ ടീമിന്റെ മത്സരത്തിനായി കൊച്ചി കലൂർ സ്റ്റേഡിയം നവീകരണത്തിൽ ക്രമക്കേട് ആരോപണത്തിൽ പ്രതിഷേധം ശക്തം. GCDA ആസ്ഥാനത്ത് യുവമോർച്ച പ്രകടനം നടത്തി. കായിക മന്ത്രിയുടെ കോലം കത്തിച്ച സമരക്കാർ. സ്പോൺസറുമായി GCDAയ്ക്ക് കരാറൊന്നുമില്ലെന്ന ചെയർമാൻ K ചന്ദ്രൻപിള്ള. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം. ഇരുവരുമായി ശബരിമലയിൽ ഉടൻ തെളിവെടുപ്പ് നടത്തിയേക്കും. ബെല്ലാരിയിൽ നിന്നടക്കം പിടിച്ചെടുത്ത സ്വർണം റാന്നി കോടതിയിൽ ഹാജരാക്കി പ്രത്യേക അന്വേഷണ സംഘം. ഹാജരാക്കിയത് 608 ഗ്രാം സ്വർണം. ഇസ്രായേൽ ഗസ സമാധാനം കരാർ തകർന്നു. നെതന്യാഹുവിന്റെ നിർദ്ദേശത്തിന് പിന്നാലെ ഗസയിൽ ശക്തമായ ആക്രമണം നടത്തി ഇസ്രായേൽ. കുഞ്ഞുങ്ങളടക്കം 104 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഹമാസ് സമാധാന കരാർ ലംഘിച്ചെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി. റാഫേൽ യുദ്ധവിമാനത്തിൽ പറന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു. പറന്നത് അംഫാനിലെ വ്യോമസേനാ താവളത്തിൽ നിന്ന്. ദ്രൗപദി മുർമു റാഫേൽ യുദ്ധവിമാനത്തിൽ പറന്ന ആദ്യ രാഷ്ട്രപതി.